മക്കളെ, ഓണപരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരിക്കുക, കുറച്ച് ടഫാണ് ഈ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചിരുന്നാൽ പക്ഷേ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യാം. എടാ ഒന്നുമില്ല, 5 സബ്ഷെൽ കോൺഫിഗറേഷൻ കൊടുത്തു. 3p, 4d, 3f, 2d, 2p. ഇതിൽ ഏതൊക്കെയോ കോൺഫിഗറേഷൻ തെറ്റാണ് അവർ കൊടുത്തത്. ഇതിൽ ഏതൊക്കെ തെറ്റായിട്ടുള്ള കോൺഫിഗറേഷൻ ഏതൊക്കെയാ, അതിന്റെ റീസൺ എന്തൊക്കെയാണെന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മളൊരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. മക്കൾ ശ്രദ്ധിച്ചോ. ആദ്യം നമ്മൾ 1, 2, 3, 4 എന്ന് എഴുതുക. ക്ലിയർ അല്ലേ? 1, 2, 3, 4 എന്ന് എഴുതിയിട്ട് അതിന് താഴെ KLM N എന്ന് എഴുതുക. ക്ലിയർ അല്ലേ? കെ സബ്ഷനിൽ കെയിൽ കൊള്ളാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ 2 ആണെന്നറിയാം. ആ 2 ഇലക്ട്രോൺ ഏത് സബ്ഷനിലാണുള്ളത്? എസ് സബ്ഷനിലാണുള്ളത്. എല്ലാവർക്കും അറിയാം. എൽ എന്ന് പറഞ്ഞ ഷെല്ലിൽ കൊള്ളാവുന്ന ഇലക്ട്രോൺ 8 ഇലക്ട്രോണുകളാണ്. ആ 8 ഇലക്ട്രോണുകൾ 2 സബ്ഷനിലായിട്ടുള്ളത് എസിലും പിയിലും. എസിൽ 2 ഇലക്ട്രോണും പിയിൽ 6 ഇലക്ട്രോണുമാണെന്ന് അറിയാം. എമ്മിൽ 18 ഇലക്ട്രോണുകളാണല്ലേ? എസിലും പിയിലും ഡിയിലുമായിട്ടാണുള്ളത്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത എന്നിൽ എന്താ ഉള്ളത്? എസിലും പിയിലും ഡിയിലും എഫിലുമാണുള്ളത്. 32 ഇലക്ട്രോൺസ് എസിലും പിയിലും ഡിയിലും എഫിലാണുള്ളത്. നമ്മൾ നോക്കുക പോസിബിൾ ആണ് നോക്കുക. നമ്മൾ ആദ്യം 3p പോസിബിൾ ആണ് നോക്കുക. മക്കൾ 3ന് നേരെ നോക്കുക. 3 ഓക്കെ അല്ലേ? 3ക്കുള്ളിൽ പി ഉണ്ടല്ലേ? അപ്പൊ 3ക്കുള്ളിൽ പി ഉണ്ട്. സോ 3p പോസിബിൾ ആണ്. 4d പോസിബിൾ ആണ് നോക്കുക. 4d പോസിബിൾ ആണോ? 4 4നുള്ളിൽ ഡി ഉണ്ടോ? 4d പോസിബിൾ ആണ്. 4dയും പോസിബിൾ ആണ്. ഇനി 3f പോസിബിൾ ആണ് നോക്കണ്ടേ? 3f പോസിബിൾ ആണ് നോക്കുക. 3 ആണ്. 3ക്കുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ എഫിനെ കാണുന്നുണ്ടോ? 3ക്കുള്ളിൽ എഫിനെ കാണുന്നില്ല. സോ 3f എന്തല്ല? പോസിബിൾ അല്ല. 2d പോസിബിൾ ആണെന്ന് നോക്കുക. 2 കാണുന്നുണ്ട്. 2ക്കുള്ളിൽ ഡി ഉണ്ടോ? ഇല്ല. എസും പി ഉള്ളൂ. അപ്പൊ 2dയും പോസിബിൾ അല്ല. ക്ലിയർ അല്ലേ? 2p പോസിബിൾ ആണോ? 2p പോസിബിൾ ആണോ നോക്കിയേ. 2 ഉണ്ട്. 2ക്കുള്ളിൽ പി ഉണ്ട്. 2p പോസിബിൾ ആണ്. ക്ലിയർ അല്ലേ? യെസ്.